നമുക്ക് കെ.സി. വേണുഗോപാലിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. ഡൽഹിയിലിരുന്ന് ഇന്ത്യയിലെ മൊത്തം കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ശ്രീ കെ.സി. വേണുഗോപാലാണ്. അതായത് ആ ചെക്കൻ മിക്കവാറും ഇവിടെയും കാണാറില്ല, പട്ടായയിലോ മറ്റോ കറങ്ങി നടക്കുകയായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന തിരക്കിലുമായിരിക്കും. ഇക്കാര്യം നമ്മുടെ ആസാം മുഖ്യമന്ത്രിയായ ഹിമന്ത വിശ്വ ശർമ്മയും നമ്മുടെ പ്രൊഫസർ കെ.വി. തോമസ് മാഷും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അല്ലാതെ ഞാൻ കൈനിട്ടതല്ല. സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന നേതാക്കളെ കാണുന്നതും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതും കെ.സി.യാണ്. അതുപോലെ ഇക്കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡായ മദാമയെ ധരിപ്പിക്കുന്നതും കെ.സി. തന്നെ. അഹമ്മദ് പട്ടേലിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ആ പദവിയിലേക്ക് വന്ന ആളാണ് കെ.സി. അതുകൊണ്ട് അദ്ദേഹത്തെ വില കുറച്ച് കാണാൻ പാടില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. അത് എന്താണെന്നല്ലേ, കേരളത്തിലെ ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തിന് കെ.സി. നാട്ടിലേക്ക് വരുന്നത് അത്ര ഇഷ്ടമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സഭയുടെ ഇംഗീതം അനുസരിച്ച് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ ഡൽഹിയിൽ മറ്റാരുമില്ല. മാത്രവുമല്ല, മദാമയ്ക്കും കെ.സി. ഡൽഹിയിലുള്ളതാണ് താല്പര്യം. ഇന്ന് എല്ലാ കാര്യങ്ങളും, രാഷ്ട്രീയമായിക്കോട്ടെ വ്യക്തിപരമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് കെ.സി.യാണ്. കെ.സി. പോയാൽ പിന്നെ ഒരാളെ ഗ്രൂം ചെയ്ത് ആ നിലയിലേക്ക് കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഡൽഹിയിൽ പലരും കെ.സി. പോയിട്ട് ആ കസേരയിൽ കയറി ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുമെന്ന് തോന്നില്ല, അതത്ര ഈസിയാണെന്ന് തോന്നില്ല, മദാമയ്ക്ക് ഇഷ്ടമില്ലാത്തടത്തോളം കാലം. അതുകൊണ്ട് കെ.സി. കേരളത്തിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.